نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തുമായി അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവാനും ഈ സമുദായത്തിലെ ഒന്നാമത്തെ വിശ്വാസി സമൂഹമായി മാറുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത വിഭാഗമാണ് സഹാബത്ത് എന്നത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തിനോടുള്ള കടമകളും അവരെ വിശ്വാസികൾ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയും അവരിലെ ന്യൂനതകളോടും കുറവുകളോടും നാം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളും കൃത്യമായി
ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിള ലഭിച്ച, അവന്റെ തൃപ്തി ലഭിച്ച ഒരു വിഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത്. ആമുഖമായി ഓതിവെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അതിനുശേഷം അവരെ പിന്തുടർന്നുകൊണ്ട്, നന്മയിൽ അവരെ പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്കുള്ള പ്രതിഫലമാകട്ടെ വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നതാണ്, അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാ ഭയപ്പെട്ട് ജീവിക്കുകയും ഭൗതിക ജീവിതത്തിലും അങ്ങേയറ്റം മാന്യതയോടുകൂടി ജീവിക്കുകയും ചെയ്ത മാന്യന്മാരും വിശ്വസ്തരും നീതിമാന്മാരുമായിരുന്നു സഹാബത്ത്. അസ്സഹാബത്തു കുല്ലുഹും അദൂൽ, സഹാബത്ത് എല്ലാവരും തന്നെയും അവർ പൂർണ്ണമായ വിശ്വസ്തതയും നീതിബോധവും കാത്തു സൂക്ഷിച്ചവരായിരുന്നു എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്ന അഖീദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈഅത്തുർ റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈബിയ സന്ധിയുടെ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് നടത്തിയ മുഅ്മിനീങ്ങളായ ഏകദേശം 1400ഓളം സ്വഹാബത്ത് ആ ഒരു ബൈഅത്തിൽ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ള ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അവർക്കെല്ലാം സ്വർഗമുണ്ട് എന്നും സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബിയായ എല്ലാ മനുഷ്യരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അവിടുന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു നോക്ക് നേരമെങ്കിലും പ്രവാചകനെ വിശ്വാസിയായി കൊണ്ട് കണ്ടുമുട്ടിയ എല്ലാവരും സഹാബത്താണ്. അവർക്കെല്ലാം വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആ സ്വഹാബത്തിന്റെ വിഷയത്തിൽ അവരെ സ്നേഹിക്കുവാനും അവരോടുള്ള കടമകൾ നിർവഹിക്കാനും വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെ കുറിച്ച് സൂറത്തു ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകതകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി സ്വന്തം നാടും സ്വന്തം സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ് അവർ. അതിനുശേഷം അൻസാറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ മുഹാജിറുകളെ അവർ സ്വീകരിച്ചു. وَيُحِبُّونَ مَنْ هَاجَرَ إِلَيْهِمْ وَلَا يَجِدُونَ فِي صُدُورِهِمْ حَاجَةً مِّمَّا أُوتُوا وَيُؤْثِرُونَ عَلَى أَنفُسِهِمْ, തങ്ങളുടെ സ്വദേഹങ്ങളെക്കാളും അവർ അവരിലേക്ക് വന്ന മുഹാജിറുകളെ അവർ പരിഗണിച്ചു. അങ്ങനെ അൻസാറുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിനുശേഷം വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ഈ മുഹാജിറുകളായ അൻസാറുകളായ ആളുകൾക്ക് ശേഷം വരുന്ന വിശ്വാസികൾ അവർ സ്വീകരിക്കേണ്ടുന്ന നിലപാടായി അവർ അനുവർത്തിക്കേണ്ടുന്ന കാര്യമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. യഖൂലൂൻ, അവർ പറയും, അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കും, റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണം, അതുപോലെ ഈമാനിൽ ഞങ്ങളുടെ മുൻകടന്ന സഹാബത്തിനും അല്ലാഹുവേ
നീ അവർക്ക് പാപമോചനം നൽകണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ജനതയോട്, സത്യവിശ്വാസികളായ ആളുകളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരിമ്പ് പോലും അവരോടുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ അല്ലാഹുവേ നീ ബാക്കിയാക്കരുതേ എന്നാണ് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സ്വഹാബത്തിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ആ നിലക്ക് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് നാം എല്ലാം മാറേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വീണ്ടും പറഞ്ഞു, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത, തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലെ എല്ലാവരും പങ്കെടുത്ത ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. 3 ആളുകളാണ് അതിൽ നിന്ന് മാറി നിന്നത്. അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും തൗബയും നൽകിയെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ. ഈ മുഹാജിറുകളായ അൻസാറുകളായ ആളുകൾക്കും പ്രവാചകനുമെല്ലാം അല്ലാഹു അവന്റെ തൗബ നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ് സ്വഹാബത്ത്. സഹോദരങ്ങളെ, ഈ സ്വഹാബത്തിനെ കുറിച്ച് ഇന്ന് സമൂഹത്തിൽ പലരും പല നിലക്കാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വഹാബത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. ഷിയാക്കൾ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ പുകഴ്ത്തുമ്പോൾ അവിടുന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബികളെ അവർ ഇകഴ്ത്തുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അവർ ചീത്ത പറയുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ അവർ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ പുകഴ്ത്തുകയും കൂടുതലായി അദ്ദേഹത്തെ പുകഴ്ത്തി അലി റളിയല്ലാഹു തആല അൻഹുവിനെ ചീത്ത പറയുകയും ചെയ്യുന്ന നാസിബിയത്ത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വഹാബത്തിന്റെ വിഷയത്തിൽ അവരിലെ പ്രശ്നങ്ങൾ എടുത്തുകാട്ടി അവരിലുണ്ടായ മാനുഷികമായ ചില അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊണ്ട് സ്വഹാബത്തിനെ വഷളാക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വഹാബത്തിനോടുള്ള കടമകൾ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. അവരെ ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല, അവരോട് വെറുപ്പ് വെക്കാൻ പാടില്ല. അവരെ ആ നിലക്ക് അവരിലുണ്ടായ പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊണ്ട് അവരെ ആ നിലക്ക് മറ്റുള്ളവർക്കിടയിൽ ചെറുതായി കാണുന്ന പ്രവണത ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സ്വഭാവം പണ്ഡിതന്മാർ പറയുകയാണ്, അതെല്ലാം ഉണ്ടാവുക ആരിൽ നിന്നാണ്? ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമീങ്ങളെ കുറിച്ചും മോശം വെച്ചും പുലർത്തുന്ന സ്വഹാബത്തിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ തങ്ങളുടെ ഹൃദയത്തിൽ അർഹിക്കുന്ന സ്ഥാനം നൽകാത്ത ആളുകൾക്ക് മാത്രമാണ് ആ നിലക്ക് സ്വഹാബത്തിനെ ചീത്ത പറയാൻ സാധിക്കുക. സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ ഫളില് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങളിൽ ആരെങ്കിലും പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിച്ച് മരിച്ച സ്വഹാബത്തിനെ നിങ്ങൾ പിൻപറ്റുക. കാരണം ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ജീവിച്ചിരിക്കുന്നവനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏത് സമയവും അവന്റെ ഈമാൻ തെറ്റിപ്പോകാം. അവനെ ഫിത്നയിൽ നിന്ന് നിർഭയത്വം പറയാൻ നമുക്ക് സാധ്യമല്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിച്ച് മരിച്ചുപോയ സഹാബത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഫഇന്നഹും കാനു അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ. ഈ ഉമ്മത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയങ്ങളുടെ ഉടമകളായിരുന്നു സഹാബത്ത്. വഅഅമഖഹാ ഇൽമൻ. ഏറ്റവും അധികം അഗാധമായി അല്ലാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരായിരുന്നു സഹാബത്ത്. വഅഖല്ലഹാ തകല്ലുഫൻ. നാട്യങ്ങളും കാപട്യവും ഇല്ലാത്തവരായിരുന്നു അവർ. വഅഹ്സനഹാ ഹാലൻ. ഏറ്റവും നല്ല അവസ്ഥയിൽ ജീവിച്ചവരായിരുന്നു അവർ. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താകാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത വിഭാഗമായിരുന്നു അവർ. വഇഖാമതി ദീനിഹി. അല്ലാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആളുകളാണ് ആ സ്വഹാബത്ത്. ഫഅരിഫൂ ലഹും ഫളലഹും. പറയാണ്, അവരുടെ ശ്രേഷ്ഠത വിശ്വാസികളെ നിങ്ങൾ തിരിച്ചറിയണം. വത്തബിഊഹും ഫീ ആസാരിഹിം. അവരെ അവരുടെ ആസാറുകളിൽ
നിങ്ങൾ പിൻപറ്റണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, കാരണം അവർ എല്ലാവരും തന്നെ നേരായ ചൊവ്വായ മാർഗത്തിൽ നിലകൊണ്ടവരായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അവരുടെ ശ്രേഷ്ഠത നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു തെരഞ്ഞെടുത്തവരാണ് അവർ. ഖുലിൽ ഹംദുലില്ലാഹ് വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ, പ്രവാചകരെ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവസ്തുതിയും, അതേപോലെ വസ്സലാമുൻ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും, അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകളുടെ മേലുണ്ടാകട്ടെ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അല്ലാഹു തെരഞ്ഞെടുത്തവരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. വലാ തസുബ്ബു അസ്ഹാബി ഫവല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെ സത്യം, ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്, മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, സഹാബത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു കൈക്കുമ്പളോളം പോലും അത് എത്തുകയില്ല എന്നാണ്. അതിന്റെ പകുതി പോലും നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അവർ ചെലവഴിച്ച ഒരു കൈപ്പിടിയോളം പോലും അതാവുകയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനെ നാം ആദരിക്കണം. മൻ സബ്ബ അസ്ഹാബി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സബ്ബ അസ്ഹാബി, ആരെങ്കിലും എന്റെ സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും, മലക്കുകളുടെ ശാപമുണ്ടായിരിക്കും, ലോകത്തുള്ള സകല മനുഷ്യരുടെയും ശാപം, അത്ര എണ്ണം ശാപം അവന്റെ മേലുണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹാബത്തിനെ ചീത്ത പറയുന്ന ആളുകൾ അല്ലെ, ഇപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ മോശമാക്കുന്ന ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും മറ്റൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വലുതായി ചിത്രീകരിക്കുകയും അലി റളിയല്ലാഹു തആല അൻഹു നാലാമത്തെ ഖലീഫയല്ല, നാലാം ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് എന്നൊക്കെ പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തർളിയത്ത് ചൊല്ലാൻ പോലും അവർ വിസമ്മതിക്കാണ്. അലി റളിയല്ലാഹുവിനെ അത്ര മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, പണ്ഡിത സഹാബത്തിനെ ഏതെങ്കിലും നിലക്ക് നാം ചീത്ത പറയുകയാണ് എങ്കിൽ ഒരു വേള പണ്ഡിതന്മാർ ചില സന്ദർഭങ്ങളിൽ അത് കുഫറിലേക്ക് എത്തിക്കും. ചിലപ്പോൾ അത് ഫിസ്ഖാണ്, അല്ലെങ്കിൽ ഫാസിഖായി മാറും, അല്ലെങ്കിൽ വൻപാപമായി മാറും എന്നെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ലാ യജൂസു ലി അഹദിൻ അൻ യസ്കുറ ശൈഅൻ മിൻ മസാവിഇഹിം, ഒരാൾക്കും അനുവദനീയമല്ല സഹാബത്തിന്റെ ഒരു ന്യൂനത പോലും പറയുക എന്നുള്ളത്. വലാ യത്അന ഫി അഹദിൻ മിൻഹും, അവരിലെ ഒരാളെയും ആക്ഷേപിക്കുക എന്നുള്ളത് ഒരാൾക്കും അനുവദനീയമല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന നാടാണ് എങ്കിൽ ഫഖദ് വജബ അല സുൽത്താനി തഅദീബുഹു വഉഖൂബതുഹു, ആ മനുഷ്യനെ ശിക്ഷിക്കാൻ അവിടുത്തെ ഭരണാധികാരിക്ക് നിർബന്ധമാണ്. അവനെ ശിക്ഷിക്കണം, അവന് വിട്ടുവീഴ്ച നൽകാൻ പാടില്ല, തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അവൻ തൗബ ചെയ്യാതെ ഇരുന്നാൽ അവനെ ജീവപര്യന്തം തടവിൽ ഇടണമെന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഫത്വ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന്റെ ഗൗരവം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അല്ലാഹുവിന്റെ സഹാബത്തിനെ ഇഷ്ടപ്പെടുന്നു. വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും, അവരിൽ ഒരാളെയും അധികമായി സ്നേഹിച്ചുകൊണ്ട് അപ്രമാദിത്വം ഒരാൾക്കും നാം കൂടുതലായി കൽപ്പിക്കുന്നില്ല. വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും, ഒരാളെയും നാം മോശമായി അല്ലെങ്കിൽ ഒരാളിൽ നിന്നും അവരെ ഇകഴ്ത്തിക്കൊണ്ടും നാം നിലപാട് സ്വീകരിക്കുകയില്ല. വനുബ്ഗിദു മൻ യുബ്ഗിദുഹും, അവരെ വെറുക്കുന്നവരെ നാമും വെറുക്കുന്നു. വബിഗൈരിൽ ഖൈരി യദ്കുറുഹും,
അവരെ കുറിച്ച് മോശമായി പറയുന്നവരെ നാമും വെറുക്കുന്നു. വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈരിൻ, സഹാബത്തിനെ കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും നാം പറയുകയില്ല. വഹുബ്ബുഹും ദീനുൻ, അവരെ സ്നേഹിക്കുക എന്നത് ദീനിന്റെ ഭാഗമാണ്. വഈമാനുൻ വഇഹ്സാൻ, ഈമാനിന്റെ ഭാഗമാണ്. വബുഗ്ദുഹും, അവരെ വെറുക്കുക എന്നത് കുഫ്റാണ്. വനിഫാഖുൻ വതുഗ്യാനുൻ, അല്ലാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ് എന്ന് വരെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരിയായ മൻഹജ് എന്താണ് എന്നുള്ളത് സഹാബത്തിന്റെ വിഷയത്തിലുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله لم يزل عليما قديرا وصلى الله على نبينا محمد وآله وصحبه وسلم تسليما كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ചരിത്ര പഠനം എന്ന പേരിൽ സഹാബത്തിനെ കുറിച്ച് പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില മാനുഷികമായ പ്രശ്നങ്ങളും കുറ്റങ്ങളും ചെകഞ്ഞെടുത്ത് അത് പുറത്തിടുകയും ആർക്കും അറിയാത്ത വലിയ എന്തോ ഒരു ഇൽമാണ് ഞാൻ ഈ വിളമ്പുന്നത് എന്ന രൂപത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഹാബത്തിന്റെ ചരിത്രത്തിൽ നാം ഇടപെടുമ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ സഹാബത്തിന്റെ വിഷയത്തിൽ സ്വീകരിക്കാൻ പറഞ്ഞ നിലപാടും വിശ്വാസ രീതിശാസ്ത്രവും എന്താണോ അത് കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം അവരുടെ ചരിത്രങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടത്. മാനുഷികമായി അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചതിനെ പുറത്തിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അവരെ മോശമാക്കുന്ന രീതികൾ ഒരിക്കലും പാടുള്ളതല്ല. അവരാരും നമ്മളെപ്പോലെ മനുഷ്യന്മാരായിരുന്നു. അവർ മാസൂമിങ്ങളല്ല, കുറ്റം പറ്റാത്ത തെറ്റുപറ്റാത്ത ആളുകളല്ല അവർ. അവിടെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചൊരു മോശമായ അല്ലെങ്കിൽ വല്ല വാർത്തയും കേട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നാം അതിൽ ചെവി കൊടുക്കാതിരിക്കുക, അതിനെ തൊട്ട് നമ്മുടെ നാവുകളെ നാം സംരക്ഷിക്കുക എന്നതാണ് വേണ്ടത്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് സഹാബത്തിനിടയിൽ ജമൽ യുദ്ധങ്ങളെ പോലെയുള്ള യുദ്ധങ്ങൾ പരസ്പരം ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, തിൽക ഫിത്നതുൻ അസമല്ലാഹു അൻഹാ സുയൂഫനാ, ആ ഫിത്നയുടെ കാലം, അന്ന് അതിലൊന്നും പങ്കെടുക്കാതെ അള്ളാഹു നമ്മുടെ വാളുകളെ പരിശുദ്ധപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ വാളുകളെ, അതിൽ നിന്ന് നമ്മുടെ കൈകളെ ആ നിലക്ക് അള്ളാഹു സംരക്ഷിച്ചു. ഇപ്പോൾ ആ വിഷയത്തിലൊക്കെ അനാവശ്യമായി സംസാരിച്ചും ഇല്ലാത്തത് പറഞ്ഞും മറ്റുള്ളവരെ മറ്റു സഹാബത്തിനെ ഇകഴ്ത്തിയും നമ്മുടെ നാവിനെ നാം മലിനമാക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. നാം നമ്മുടെ നാവിനെ സംരക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം സഹാബത്തിന്റെ കുറ്റവും കുറവും പറയുന്ന, അല്ലെങ്കിൽ ആ നിലക്ക് അവരെ ഇകഴ്ത്തുന്ന ഉദ്ധരണികൾ, അതിനെക്കുറിച്ച് നാം പഠിക്കുകയാണ് എങ്കിൽ, പരിശോധിക്കുകയാണ് എങ്കിൽ, ഒട്ടുമിക്ക ഉദ്ധരണികളും അതെല്ലാം പല ഇസ്ലാമിന്റെ ശത്രുക്കളും കെട്ടിച്ചമച്ചതും വിശ്വസിക്കാൻ കൊള്ളാത്തതുമായ കാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. കൃത്യമായ വിശ്വാസയോഗ്യമായ പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടത് മാത്രമേ സഹാബത്തിന്റെ വിഷയത്തിൽ നാം ഓരോരുത്തരും സ്വീകരിക്കുവാൻ പാടുള്ളൂ. അതോടൊപ്പം അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളിൽ പലപ്പോഴും സത്യത്തിന്റെ ഭാഗത്താണ് താൻ ഉള്ളത് എന്ന നിലക്ക് ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തലത്തിലേക്ക് എത്തിയവരാണ് സഹാബത്ത് എല്ലാവരും. അങ്ങനെയുള്ള സഹാബത്തിന്റെ അഭിപ്രായ ഭിന്നതകൾക്ക്, അല്ലെങ്കിൽ ആ ഇജ്തിഹാദിയായ അവരുടെ ആ നിലപാടുകൾ കാരണം അവർക്ക് വന്ന തെറ്റുകളിൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് കൂലി ലഭിക്കും. ഒരു മുജ്തഹിദായ ഒരു മനുഷ്യൻ ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യുകയും അവൻ ശരിയാവുകയും ചെയ്താൽ 2 കൂലിയാണ്, തെറ്റിക്കഴിഞ്ഞാൽ 1 കൂലി ലഭിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ടുകൂടിയും ആ നിലക്ക് സഹാബത്തിന്റെ പ്രശ്നങ്ങളെ, അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ നോക്കിക്കാണണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതോടൊപ്പം നമുക്കറിയാം, ചരിത്രങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ സഹാബത്തിനിടയിലുണ്ടായ ജമൽ, സിഫീൻ യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളുടെ വിഷയത്തിൽ ശേഷം പിൻകാലത്ത് ഈ സഹാബത്ത് തന്നെ വല്ലാതെ ഖേദിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തു അലി റളിയല്ലാഹു അൻഹുവിനെതിരെ. അതിനെക്കുറിച്ച് അവർ പിന്നീട് ഓർക്കുമ്പോൾ അവർ പറയുകയാണ്, ഒരു യുദ്ധമുണ്ടാകുമെന്ന നിലക്ക് ആയിരുന്നില്ല അവർ അതിലേക്ക് പോയത്. ഈ നിലക്കൊരു യുദ്ധത്തിൽ കലാശിക്കുമെന്ന് കണ്ടിരുന്നുവെങ്കിൽ അവർ പറയാണ്, ലം അഖിഫ് ദാലികൽ മൗഖിഫ് അബദാ, അതിലേക്ക് ഈ ആയിഷ ഒരിക്കലും മുതിരുകയില്ലായിരുന്നു. വേറെ പല നന്മകളും ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പോയത്, പക്ഷേ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ വഖർന ഫീ ബുയൂതികുന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉപദേശമാണ്, സ്ത്രീകൾ വഖർന ഫീ ബുയൂതികുന്ന, അവരുടെ വീടകങ്ങളിൽ അവർ അടങ്ങി ഒതുങ്ങി കഴിയണം എന്ന അല്ലാഹുവിന്റെ അധ്യാപനം. ആ ആയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പാരായണം ചെയ്യുമ്പോൾ അവർ ഈ ജമൽ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് ആലോചിച്ച് അവരുടെ തട്ടം മക്കന നനയുമാർ അവർ കരയുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ജമൽ യുദ്ധത്തിന് ശേഷം മഹാനായ സഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ രംഗം അദ്ദേഹം കാണുകയാണ്. വല്ലാതെ അദ്ദേഹം പ്രയാസപ്പെട്ടു. ഒരു സഹാബി ആ നിലക്ക് മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട് അദ്ദേഹം വല്ലാതെ കരയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു ലൈതനി മിത്തു ഖബ്ല ഹാദൽ യൗം ബി20 സന, ഈ ഒരു ദിവസത്തിന് 20 വർഷം മുമ്പ് ഈ അലി മൺമറഞ്ഞു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അലി റളിയല്ലാഹു തആല അൻഹു ഖേദിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ വാർത്ത അദ്ദേഹം കേട്ട സമയത്ത് വല്ലാതെ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, അതബ്കീഹി വഖദ് ഖാതൽതഹു, എന്തിനാണ് താങ്കൾ കരയുന്നത്? താങ്കളായിരുന്നില്ലേ അലിയുമായി കൊണ്ട് യുദ്ധം ചെയ്ത മനുഷ്യൻ? അദ്ദേഹം പറയുകയാണ്, വൈഹകി, നിനക്ക് നാശം പെണ്ണെ, ഇന്നകി ലാ തദ്രീന മാ ഫഖദ الناس മിനൽ ഫദ്ലി വൽ ഇൽമി വൽ ഫിഖ്, നിനക്കറിയില്ല അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിലൂടെ ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ട വിജ്ഞാനത്തിന്റെ, ഫിഖ്ഹിന്റെ, ഔദാര്യത്തിന്റെ എത്ര വലിയ ശേഖരമാണ്, എത്ര വലിയ സമ്പത്താണ് ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഖേദിക്കുകയും കരയുകയുമാണ്. സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്നത് കൃത്യമായി മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞതുപോലെ സ്വഹാബത്തിന്റെ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഫൽ ഖൗമു ലഹും സവാബിഖുൻ വഅഅമാലുൻ മുകഫിറ, സഹാബത്ത് അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു പശ്ചാത്താപമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചവരാണ്. അവരുടെ വിഷയത്തിൽ നാം അനാവശ്യമായി കൊണ്ട് ഇടപെടാൻ പാടില്ല. അവർക്കാകട്ടെ നല്ല മുൻകാലങ്ങളുടെ ചരിത്രങ്ങൾ അവർക്ക് പറയാനുണ്ട്, നല്ല നല്ല സൽക്കർമ്മങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. വഅഅമാലുൽ മുകഫിറ, അവരിലുണ്ടായ തെറ്റുകളെ അതിനെ പരിഹരിക്കുമാറുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അവർ ഈ ദുനിയാവിൽ നിന്ന് പോയിട്ടുള്ളത്. വജിഹാദുൻ മഹാഉൻ, അവരുടെ പാപങ്ങളെ എല്ലാം മായ്ച്ചു കളയാൻ മാത്രമുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുകൾ അവർക്ക് പറയാനുണ്ട്. വഇബാദത്തുൻ മുമഹിസ, അവരുടെ തെറ്റുകുറ്റങ്ങളെ എല്ലാം ഇല്ലാതാക്കി കളയാൻ മാത്രം പോന്ന ഇബാദത്തുകൾ അവർക്ക് പറയാനുണ്ട്. വലസ്നാ മിമ്മൻ യഗ്ലു ഫീ അഹദിൻ മിൻഹും, അവരുടെ ഒരാളുടെ വിഷയത്തിലും നാം കൂടുതലായി അപ്രമാദിത്വം കൽപ്പിക്കുന്നില്ല. വലാ നദ്ഈ ഫീഹിമുൽ ഇസ്മ, അവരാരും കുറ്റം പറ്റാത്ത, തെറ്റുപറ്റാത്തവരാണ് എന്ന് നാം ആരും പറയുന്നുമില്ല. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച ആ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹുവേ നമ്മൾക്ക് നീ പുറത്തു നൽകണം. വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നുപോയ ആ സഹാബത്തിനും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം എന്ന പാപമോചനമാണ് നമ്മൾ തേടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സഹാബത്തിനെ
അർഹിക്കുന്ന രൂപത്തിൽ അവരെ ആദരിക്കാനും അവരെ ഇഷ്ടപ്പെടാനും അവരോടുള്ള അദബുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.